ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പം കൊല്ലം തിരുവനന്തപുരം ജില്ലയിലെ ബോർഡറിലാണ് നിൽക്കുകയാണ്. കടമ്പാട്ട് കോണത്താണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊല്ലത്തേക്കാണ് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയിരുന്നു കേട്ടോ, വേറെ ആവശ്യത്തിനാണ്. പക്ഷേ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു. കാരണം ഞാൻ ഇതിന് മുമ്പ് 2-3 മാസം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ്, അതായത് കഴിഞ്ഞ കൊല്ലം ഇട്ട 1.5 കൊല്ലം മുമ്പ് ഇട്ടാണൊക്കെ തന്നെയൊക്കെ ഇപ്പോഴും. പിന്നെ 3 മാസം മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതേപോലെയൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടുന്ന് മെയിൻ റോഡിൽ കൂടെ പോവാണ്. നമുക്ക് ചാത്തന്നൂർ വരെ പോകാൻ പറ്റും. ഞാൻ എന്ന് വീഡിയോ എടുക്കാൻ വന്നാലും, ഫുൾ വീഡിയോ എടുക്കാൻ വന്നാലും ഈ മന്ദാരം ഉണ്ടാവും കേട്ടോ. അന്നേരം വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറയും. ഗോപ്രോയുള്ള പ്രശ്നം അതാണ്. നല്ല വെട്ടം ഉണ്ടെങ്കിലേ ഗോപ്രോ വർക്ക് ചെയ്യും. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്നാണ് കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടം തൊട്ട് റോഡ് മാർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാർക്കൊക്കെ ഇട്ട് 3 വരി പോവാതാ. 1, 2, 3. ഇത് ഷോൾഡർ ലൈനാണ്. ഇവിടെ തന്നെ നമുക്കൊരു എക്സിറ്റ് കാണാൻ സാധിക്കും. കടമ്പാട്ട് കോണം എൻ്റർ ചെയ്താൽ തന്നെ നമുക്കൊരു എക്സിറ്റ് കാണാൻ സാധിക്കും കേട്ടോ. ഇതാണ് എക്സിറ്റ്. ഓ കണ്ടോ എന്താ ലുക്ക് നോക്കി. അപ്പോൾ റോഡിന്റെ മാർക്ക് ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. ഇനി മാർക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. നമ്മളിപ്പം മുക്കടയിൽ എത്തിയിട്ടുണ്ട്. വർക്കല പോകുന്ന റൂട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഒരു 4-5 കൊല്ലം മുമ്പ് എങ്ങനെയാണെന്നൊന്നും പോലും ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. ഇപ്പം വർക്കല റോഡുണ്ടല്ലേ, സൂപ്പറായിട്ട് താർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അടിപൊളിയായിട്ട് റോഡ് പണി പൂർത്തിയായ റോഡാണ് കേട്ടോ. ഇവിടുന്ന് വർക്കല റോഡ് കണ്ട. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് നേരെ വിട്ടടിച്ചങ്ങ് പോവാം. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആ ഇതൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടില്ലേ, വരയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട്, അല്ല സൈഡില ക്രാഷ് ബാരിയറിലൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി റോഡിൽ ഇനി ഒരു താറങ്ങും കൂടെ വരുമെന്ന് തോന്നുന്നു. ഇനി റോഡിൽ ലൈൻ ഇടാൻ ബാക്കിയുണ്ട് കേട്ടോ. വാവ് നമ്മൾ നേരെ പാരിപ്പള്ളിയിലേക്കാണ് എത്തുന്നത്. നമ്മൾ വിചാരിച്ചിരുന്ന വലിയ ടൗണൊക്കെ ഈ റോഡ് വന്നപ്പോൾ ചെറുതായി പോയി കഴിച്ചു. പാരിപ്പള്ളിയൊക്കെ ചെറുതായി, സത്യം. പാരിപ്പള്ളിയൊക്കെ ചിനിയേ ഉള്ളൂ. നമ്മൾ പാരിപ്പള്ളി ടൗണിലാണ് നിൽക്കുന്നത് കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, പാരിപ്പള്ളി അങ്ങ് ചെറുതായി പോയി, ഒന്നും കാണാൻ വയ്യ. നമ്മൾ ഇതിലെ വഴി പോകും. പാരിപ്പള്ളി എന്ന ടൗൺ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അറിയത്തോലും ഇല്ല. ഷൂ എന്നും പറഞ്ഞാൽ നമ്മളങ്ങ് പോകും കേട്ടോ. അത് പരവ് പോകുന്ന റൂട്ടാണ്. ഈ ടോൾ പ്ലാസ എന്നല്ല ഇപ്പം പറയുന്നത് അല്ലേ, ഫീ പ്ലാസ എന്നാണ് പറയുന്നത്. ടോളല്ല ഗൈസ്, നമ്മൾ ഈ റോഡ് ഉപയോഗിക്കുന്നതിന്റെ ഫീ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഫീ പ്ലാസ. ഈ എഫിന്റെ അവിടെ ഒരു 6 കൂടെ ഇട്ട് എടുത്തായിരുന്നെങ്കിൽ കൊള്ളാം. ഫ്രീ പ്ലാസ. ഓക്കെ, നമ്മളിപ്പം പാരിപ്പള്ളി മേൽപ്പാലം കഴിഞ്ഞ് വരുമ്പോൾ റോഡ് മാർക്ക് വീണ്ടും നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. റോഡ് പണി കംപ്ലീറ്റ് ചെയ്ത് ചപ്പും ചവറും കാര്യങ്ങളൊക്കെ റോഡിന്റെ സൈഡ് കിടപ്പുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് തുറന്നു കൊടുക്കുമ്പോൾ അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. നമ്മൾ മലപ്പുറം കോഴിക്കോട് ഭാഗത്തൊക്കെ പോയി കാണപ്പോൾ അറിയാം, ഒരു ചവറ് പോലും കാണത്തില്ല, അത്രയും ക്ലീൻ ആയിരിക്കും. ഇവിടെ റോഡ് പണി പൂർത്തീകരിക്കാത്തതിനെ കൊണ്ടാണ് ഇവിടെ എല്ലാം ചവറ് കൊണ്ടിരിക്കുന്നത്. കുറേ മാന്യ മഹാവ്യക്തികളുണ്ട് ഗൈസ്. പറയുന്നതുകൊണ്ട് കേൾക്കുമെന്ന് അറിയത്തില്ല. കാറിലൊക്കെ കൊണ്ടുവന്ന് വേസ്റ്റ്, ഇതപ്പോൾ ഇവിടെ ക്യാമറ ഒന്നും ഇല്ലല്ലേ, ഈ പാലത്തിൻ്റെ മേളിലൊക്കെ വേസ്റ്റ് കൊണ്ടിടും. ഞാൻ കണ്ടിട്ടുണ്ട് രാത്രി കാറിലൊക്കെ കൊണ്ടുവന്ന് ഈ വേസ്റ്റ് കൊട്ടിയം മേൽപ്പാലത്തിൻ്റെ മേളിലൊക്കെ പോയി നോക്കിയാൽ മതി. മേളിൽ ഈ വേസ്റ്റ് കൊണ്ടിടും.
ഓക്കെ, നമ്മളിപ്പോൾ പാരിപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞ് മുമ്പോട്ട് പോവാണ്. നമ്മളിപ്പം ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട്. ടോൾ പ്ലാസയാണ്. ഇവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വമ്പം വിജയമാവാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ സർവീസ് റോഡില്ലല്ലോ, ഡയറക്റ്റ് എക്സിറ്റ് ആക്സിസ് ആണ് കേട്ടോ, ഡയറക്റ്റ് ആക്സിസ് ആണ് മെയിൻ റോഡിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഹോട്ടലുകൾക്ക് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. അതേപോലെ തന്നെ പമ്പുണ്ട്. കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് മീനമ്പലമാണ്. ഇത് ടോൾ പ്ലാസയിലെ ടോയ്ലറ്റ് സൗകര്യമാണ്. ടോയ്ലറ്റിൻ്റെ പണിയൊക്കെ ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറ സൈഡിലെ ടോയ്ലറ്റ് അവിടെയാണ്. ഇതെന്തെങ്കിലും ഷോപ്പായിരിക്കും അല്ലേ ടോൾ പ്ലാസയുടെ? ഈ രീതിയിലാണ് ഇവിടെ ടോൾ പ്ലാസ. മേളിൽ കുറേ റൂമും കാര്യങ്ങളുണ്ടോ, ഓഫീസൊക്കെ ആയിരിക്കും. പക്ഷെ അടിപൊളി വ്യൂ ആയിരിക്കും മേളിൽ നിന്നുള്ള. ഇങ്ങോട്ട് വരപ്പം ഇവിടെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേളിൽ നോക്കി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരിക്കും. പക്ഷെ മേളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇങ്ങനെ വന്ന് വീണ്ടും കയറാണ്. അവിടെ നമ്മൾ വേണ്ട പാരിപ്പള്ളിയിൽ നിന്ന് കല്ലുവാതിക്കൽ എത്ര പെട്ടെന്നാണ് എത്തിയത്. ഇവിടെ ഒരു നെയിം ബോർഡ് ഉണ്ട്. ഫ്രീ പ്ലാസയുടെ നെയിം ബോർഡായിരുന്നു. ഞാൻ കയറി സ്ഥലപ്പേര് എഴുതി വെച്ചിരിക്കുന്നതായിരിക്കും ഒന്ന്. ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ്. സർവീസ് റോഡിലേക്ക് ഒരു ലൈറ്റ് ഉണ്ട്, മെയിൻ റോഡിലേക്ക് ലൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ അപ്പർ സൈഡും അതേപോലെയാണ്. ഈ ക്രാഷ് ബാരിയർ ഇവിടെ അല്ല വരുന്നത്, ഡിവൈഡറിൽ ഇവിടെ ഈ ഭാഗത്തല്ല വരുന്നത്, രണ്ട് ഭാഗത്തായിട്ടാണ് ലൈറ്റ് വരുന്നത്. ലൈറ്റൊക്കെ വന്ന മലബാർ മേഖലയിൽ രാത്രിയുടെ കാഴ്ചയൊക്കെ വെട്ടിക്കിട്ടാണ്. അതുപോലെ നമ്മളെ നാട്ടിലും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ കല്ലുവാതിക്കലാണ് കേട്ടോ. കല്ലുവാതിക്കൽ ഇവിടെ ഒരു നെയിം ബോർഡ് ഉണ്ട്. എന്താണ് അത്? ടോൾ പ്ലാസയുടെ ബോർഡാണ്. നമ്മള് ഇതേപോലത്തെ റോഡിലുണ്ടല്ലോ, ഓവർ സ്പീഡ് പോലെ തന്നെയാണ് കുറ്റകൃത്യമാണ് സ്ലോ സ്പീഡ്. ഇവിടെ ഒരു മിനിമം സ്പീഡിലാണ് വേണം നമ്മൾ പോകാൻ. നമ്മൾ ഒരിക്കലും 20, 25 സ്പീഡിലോ 30 സ്പീഡിലോ ഒന്നും പോകില്ല കേട്ടോ. അതും വലിയ തെറ്റ് തന്നെയാണ്, പതിയെ പോകുന്നത്. ഇവിടെ നമുക്ക് സർവീസ് റോഡിലേക്കുള്ള എക്സിറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ സർവീസ് റോഡ് മുകളിൽ കൂടെയാണ്. അത് ഭയങ്കര ഉപകാരമാണ് ആ ഭാഗത്തുള്ള വീടുള്ളവർക്കൊക്കെ. മുമ്പ് ഇവിടെ ഭയങ്കര ഒരു മതിലായിരുന്നു, റോഡൊന്നും ഇല്ലായിരുന്നു. റോഡൊക്കെ അപ്പുറ സൈഡിൽ കൂടെ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതുവഴി റോഡായി അവർക്ക് കേട്ടോ. ഇവിടുത്തെ ലുക്ക് നോക്കേ. ഇന്ത്യൻ ഓയിൽ. ഇവിടെ CNG ഉണ്ട്. നമ്മൾ കല്ലുവാതിക്കൽ കഴിഞ്ഞു വരപ്പോ ഇവിടെ CNG ഉണ്ട്. കുരിശുമൂടാണ് കേട്ടോ. കുരിശുമൂട്
നമ്മളിപ്പോൾ ഷീമാട്ടി ജംഗ്ഷനിൽ ആണ് നമ്മൾ എത്തുന്നത്. അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. ഷീമാട്ടി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ഒരു എക്സിറ്റ് ഉണ്ട്. ഏതൊരു അണ്ടർപാസ് അല്ലെങ്കിൽ ഫ്ലൈ ഓവറൊക്കെ എത്തുന്നതിന് മുമ്പ് ഒരു എക്സിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ കിലോമീറ്ററുകളോളം ഓടേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് എക്സിറ്റുകൾ സ്ഥലം എത്തുന്നതിന് മുമ്പ് എക്സിറ്റ് അടിക്കാൻ നോക്കുക. നല്ല കാറ്റില് മെയിൻ റോഡിൽ കൂടി യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പാരിപ്പള്ളിക്ക് അപ്പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോഴും നമ്മൾ ആറുവരി പാതയിൽ കൂടിയാണ് പോകുന്നത്. ഫ്രീ ആയിട്ട് കൊല്ലം ജില്ലയിലേക്ക്, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കൊല്ലം ജില്ലയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നല്ല ഫ്രീ ആയിട്ട് ഇത്രയും ദൂരം നമുക്ക് യാത്ര ചെയ്യാം. ഏകദേശം ചാത്തന്നൂർ വരെ നമുക്ക് യാത്ര ചെയ്യാം. KSRTC ചാത്തന്നൂർ KSRTC എത്തുന്നതിന് പോലെ ഭാഗത്തെ കാഴ്ചയാണ്. നമ്മൾ ചാത്തന്നൂർ എത്താറായിട്ടുണ്ട്. ഇവിടെ വരെ നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ ആറുവരി പാതയും കൂടി വരാം. കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുന്ന് ചാത്തന്നൂർ മേൽപ്പാലത്തിൻ്റെ പണി കുറച്ചും കൂടി ബാക്കിയുണ്ട്. അത് ഉടനെ പൂർത്തീകരിക്കുമെന്നാണ് ഒരു പ്രതീക്ഷ. ചാത്തന്നൂർ പാലം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരെ ഏകദേശം ഇത്തിക്കര വരെ നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടെ പോവാം. ആറുവരി പാതയിൽ കൂടെ പോവാം. ഇത്തിക്കര പാലം കൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവിടെ മൈലക്കാട് കുറച്ച് പ്രശ്നമുണ്ട്. മൈലക്കാട് കൂടെ പൂർത്തീകരിച്ചാൽ നമുക്ക് മേവറം വരെ പോകാൻ പറ്റും. മേവറം, അതായത് കൊട്ടിയം കഴിഞ്ഞാൽ പിന്നെ മേവറം വരെ നമുക്ക് ഈ ആറുവരി പാതയിൽ പോകാൻ പറ്റും. ഓക്കെ.